എന്തെങ്കിലും സൂക്ഷിച്ചു നോക്കണേ? ഏ എന്താ സൂക്ഷിച്ചു നോക്കണേ? ഇവിടെ കുട്ടികളെ ഒരു പാത്രത്തിൽ ചോറ് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കില്ല കേട്ടോ. ഇതിൽ എന്നെ കൊണ്ടുപോയിട്ട് സിങ്കിൽ കൊണ്ടിട്ടാണ്ട് ഇടും. ഒക്കെ കൂടി ബ്ലോക്ക് ആവും. ആ അത് അതിൽ എന്നെ കൊണ്ടിട്ടാണ്ട് ഇടും. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പിന്നെ ഇത് ബ്ലോക്കായ നല്ല പാടാണ്. അപ്പം അത് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇന്ന് രാത്രി നമുക്ക് ഇതാ ഈ കുക്കറിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് കഴിക്കാൻ അല്ലേ. സ്പെഷ്യൽ ഫുഡാണ്. സ്പെഷ്യൽ ഫുഡാണ്. എന്താ സ്പെഷ്യൽ വേണ്ടേ പിന്നെ? അപ്പോൾ നമുക്കില്ല ഇതാവുമ്പോഴേക്കും നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. പായോ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെയുള്ള അവസ്ഥയാണ് കേട്ടോ. അത് കണ്ടോ ഈയാൻ പാറ്റ. എന്താ അതിന് അല്പായുസേ ഉണ്ടാവുള്ളൂ. പാറ്റ മാത്രമല്ല ഉറുമ്പും പാറ്റി. ഈ പാറ്റയുടെ ചെറിയ ഭാഗങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊന്ന് അടിച്ചോരിയിട്ട് ഞാൻ. കുഞ്ഞിന്ന് കുളിച്ചിട്ടില്ല? മര്യാദക്ക് പോയി കുളിച്ചോ? രാവിലെ തുടങ്ങിയ ടി വി ആണല്ലേ. പോയി കുളിച്ചോ നീ കേട്ടോ. പോയി ഒന്ന് കുളിച്ചാ അമ്മടേത് കുളിപ്പിച്ചു തരാൻ പറ. പോയി ആര് ഞാനോ? ഇന്നലെ കുളിപ്പിച്ചെന്നേ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഞാവൽപ്പഴം ഇഷ്ടം പോലെ കിട്ടിയിട്ടൊന്ന്. എത്ര ഞാവൽപ്പഴം കിട്ടി പറഞ്ഞിട്ടാ. ഇന്ന് പൂതി മാറ നല്ല നാടൻ ഞാവൽപ്പഴം അല്ലേ പൊന്നാ. നല്ല പഴുത്ത് അപ്പോൾ നല്ല പഴുത്തത്. ഞാൻ അപ്പം അത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നാളെ. ഇനിതാ ഉറുമ്പ് പിന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊരു ഫാൻ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. കണ്ടോ കുമ്മക്കം കൂട് കുത്തുന്നു കണ്ടോ? അതാ കണ്ടോ? അത് ഞാൻ രാവിലെ തട്ടിയതാണ്. പിന്നെ അതാ കണ്ടോ? ഇത് സമയം കൊച്ചു ടി വിയിലാണ് കേട്ടോ. കൊച്ചു ടി നമ്മൾ പിന്നെ ഒന്നാമത് എന്താ ഒരു സിനിമ സീരിയലൊന്നും ഞാൻ കാണാറില്ല കേട്ടോ. പക്ഷെ അവിടെ കുഞ്ഞുണ്ണിയാണ്. രാവിലെ ഉണ്ട് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ രാത്രി 10:30 വരെയും അവൻ ഈ സെറ്റിയിൽ കടന്നിട്ട് കാണും. ഒരാളെ ബുദ്ധിമുട്ടിക്കില്ല. ചുട്ടിട്ട് വയ്യ ഫാൻ ഇടാണ്ട്. അപ്പോ സുകന്യെ ഇവിടെ എന്താ വന്നിട്ട് കുറച്ചു നേരം കാണട്ടെ. അമ്മ അവിടെ പോയി കാണും. ഞാൻ എന്നിട്ട് 2 വീട്ടിൽ റീചാർജ് എന്തിനാ ചെയ്യുന്നത്? ഒരു വീട്ടിൽ ചെയ്താൽ മതി എന്ന് പറയണേ. കാരണം വെറുതെ പൈസ ചിലവാക്കിയിട്ട് എന്താ കാര്യം? എന്താ മുട്ടി? ഇവിടെ ഒന്നും നമുക്കില്ലേ ചെരുപ്പ് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ചെരുപ്പ് വെച്ച് കഴിഞ്ഞാലേ ചെരുപ്പ് നോക്ക്. നമ്മുടെ കോഴിക്കുട്ടികൾ ഇനി നമ്മളില്ലേ രാത്രി കിടക്കുമ്പോൾ അവരെ മുകളിൽ കെട്ടിയിട്ട് ഒരു തുണി വെച്ചിട്ടില്ലേ അടയ്ക്കൂട്ടോ. ചാത്തപ്പനെ കൊണ്ടുവന്ന് വെച്ചോ? ചാത്തപ്പനൊക്കെ പിടിക്കാൻ പോകണം ആദ്യം. എനിക്ക് കഴിക്കാൻ കേട്ടോ. എന്നിട്ടാണ് എല്ലാവരും പിടിക്കുവാന്. ഉണ്ടോ നിഷാ? അപ്പു പിടിക്ക അങ്ങനെ ചീത്ത പറയണ്ടേ. ഓ എന്താ പറയുന്നത്? പിടിച്ചിട്ട് വരാൻ പറയണ പോട്ടെ. നമ്മുടെ രാത്രിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അധികം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൊണ്ടുവരുമ്പോഴാണ് പണികൾ അധികം ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടോ ഈ പാറ്റ കാരണേ. പാറ്റ ഇല്ലേട്ടാ കുഞ്ഞി പാറ്റ ഇവിടെ വന്ന് പൊടിയാക്കിട്ടൊക്കെ പാടെ പോയല്ലോ. എന്താമ്മോ ചെയ്യുന്നത്? എന്താ രാത്രിയിൽ ഇവിടെ ഇനി എന്തെങ്കിലും അടയ്ക്കാനുള്ള ഒരു സംഭവം ചെയ്യേണ്ടി വരുന്ന കേട്ടോ തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ രാത്രിയാകുമ്പോൾ നായയാണോ എന്താണോ വന്ന് കിടക്കണമെന്ന് അറിയില്ല. രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് രോമങ്ങളായിരിക്കും. ഫുൾ രോമങ്ങളാണ് കേട്ടോ. 4-5 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു. എന്താ അവിടെ ഇത്താളിയോ? എന്താ പറയണേ? എന്താ പുത്തേ? കൂട്ടാളിയോ? നിങ്ങളുടെ ഭാഷയ്ക്ക് മനസ്സിലായി. ഞാൻ അതിവിടെ പോയി പഠിക്കേണ്ടി. ഏട്ടാ ഇനി മഴ തുടങ്ങിക്കഴിഞ്ഞാലേ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടില്ല പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫുൾ ചളി അല്ലെങ്കിൽ ചളിയെ ഉള്ളിക്ക് തന്നെ. മഴ പെയ്യട്ടെ അപ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യാം. ശരി. എൻ്റെ കൊല്ല എൻ്റെ അപ്പോ ചാതി വന്നു കഴിഞ്ഞാൽ ഒരു തൊഴിലില്ല പറഞ്ഞല്ലോ. അല്ല ചാതിൻ്റെ പാറ്റ വന്നു കഴിഞ്ഞാൽ
ഉടയണ്ട കേട്ടോ. എമ്മാതിരി കിഴങ്ങാണ്, എമ്മാതിരി കിഴങ്ങാണത് അറിയാം. ഇതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല പൊടി ഉണ്ടാവും. ഞാൻ വേണ്ട നോക്കുമ്പോൾ വേറെ കിട്ടാല്ലേ. ഇത് എന്താണെന്നറിയോ, ഞാനിപ്പോൾ എവിടെ കിട്ടാല്ലേ, ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്. നല്ല കപ്പേനെക്കാട്ടിലും വലുതായി അപ്പോഴേക്ക്. ഇതൊരു രസം ഉണ്ടാവില്ല. ഞാനത് പിന്നെ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ നാളേക്ക് നീലിച്ച പോലെയും. അപ്പോൾ കഴിക്കുന്ന കുട്ടികൾ കഴിക്കാച്ച കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചുട്ടോ. എന്നതാ അനിയട്ടനും ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ ചക്കരക്കിഴങ്ങ്. അത് തൊലി കളയാൻ സുഖമാണ്. ഫാൻ അമ്മൂട്ടി കഴിച്ചോളി, എല്ലാവരും കഴിച്ചോളി. ചക്കരക്കിഴങ്ങാണ് കേട്ടോ. അതാണ്ടില്ലേ തോനുണ്ട്. വേണ്ടവർക്കൊക്കെ വേണ്ടവർക്ക് കഴിക്കാം. അതാ ചൂടാറട്ടെ. അമ്മോച്ചേ ഓ വരെ വരെ വരെ. പണ്ടൊക്കെ ചോറ് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരാത്ത സമയമായിരുന്നു. ചോറ് വയറ് നിറച്ച് തിന്നാൽ മാത്രം ഉറക്കം വരും. ഇപ്പോൾ രാത്രി ചോറേ വേണ്ടാണ്ടായി. എന്താ ചെയ്യല്ലേ ഓരോ മാറ്റങ്ങൾ, എന്താ ചെയ്യ ഓരോ മാറ്റങ്ങൾ അറിയാം. മനുഷ്യനല്ലേ അല്ലേ മുട്ടി അച്ഛനെ മാറ്റങ്ങൾ വന്നൂന്ന്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ജീവിതമൊക്കെ മാറും. ഇപ്പോൾ അല്ലേ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് ചോറിനാതിരിക്കല്ലേ. ഏതോ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചു കഴിഞ്ഞാലേ എന്താ പറയുക, മരുന്ന് വല്ലാണ്ട് കഴിക്കേണ്ടി വരില്ല എന്നുള്ളതേ. അപ്പം അതൊക്കെ ഒരു മാതൃക, ഒരു ഉദാഹരണം തന്നെയാണ്. പണ്ട് പണിയെടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞു വെച്ചാൽ എന്താ കാര്യമായിട്ടുള്ള പണി. ഇപ്പോൾ ഏട്ടനാണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ പണ്ട് പണിയെടുത്തിരുന്ന പോലെയാണോ ഇപ്പം? എന്തൊക്കെ മെഷീനുകളാണ്, എന്തൊക്കെ മെഷീനാണ് പറഞ്ഞിട്ട്. ഒരു പണിക്ക് പോവച്ചല്ലേ ഒരു വണ്ടി വിളിച്ചിട്ടാണ് പോകണം. അങ്ങനെയാണ്. മേശം പണിക്ക് മാത്രം അത്ര വലിയ മെഷീനൊന്നും വന്നിട്ടില്ല എന്ന് മാത്രം അല്ലേ. അത് മാത്രം. ബാക്കി ഏട്ടൻ്റെയൊക്കെ പണിക്കൊക്കെ മെഷീൻ വന്നിട്ടപ്പോ എന്താ കൊത്തുപണി വന്നിട്ടോന്നല്ല, മെഷീൻ കറണ്ട് ഇല്ലെങ്കിൽ ഇവരൊന്നും പണിയെടുക്കണില്ല. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അതാ എന്താ ഉണ്ണി എന്തൊക്കെ പറയണത്. അമ്മൂന്റെ ഫോട്ടോ നോക്ക്, അമ്മു കാട്ടിക്കണേട്ടാ. അമ്മൂന്റെ ഫോട്ടോ അമ്മു കാട്ടിക്കണ നോക്കിക്കേ. ഇങ്ങനെ ഇരുന്നിട്ടാണോ മാമുണ്ണെന്ന്? ഇത് ഇതൊന്നല്ല അമ്മു. ഇത് അമ്മുട്ടി. കണ്ടോ കണ്ടോ, ഇത് അമ്മുട്ടി. ഇത് അമ്മു വേറൊരു രീതി, ഇത് വേറൊരു രീതി. സോഫ്റ്റ് ലോങ് എയർ, നല്ല നീളമുള്ള മുടി. ഇതാ സൈഡ് പാർട്ട് എടുക്കണത്. പിന്നെന്താ ഇതാ സൈഡ് പാർട്ട് അമ്മുട്ടി. എന്താ കൊറിയൻ. ആ ഇതില് അമ്മയുടെ കുട്ടിക്കില്ലേ ലാസ്റ്റോ എനിക്ക് അയ്യേ ഇതൊന്നും വേണ്ടട്ടോ. അമ്മയുടെ കുട്ടി എങ്ങനെയാണോ അത് ഹെയർ സ്റ്റൈലേ അങ്ങനെ ഒന്നും വേണ്ട. നമ്മളെങ്ങനെയാണോ സുകന്യെ അതാണ് ഭംഗി. അപ്പൊ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. എന്താ എവിടെ നോക്കട്ടെ, ഏട്ടാ ഇത് നോക്കട്ടെ. ഏതാ നിനക്ക് ഇഷ്ടായത്? എനിക്കിതാ ഇഷ്ടായത്. വാവ കഴിക്കണില്ലേ സുകന്യെ? ഇന്ന് വാവ കുളിച്ചിട്ടുണ്ടോ ചോദിക്ക്. വാവ കുളിച്ചിട്ടുണ്ടോ ചോദിക്ക്. എന്താ എന്നിട്ട് എന്നെ പറഞ്ഞേ അമ്മയ്ക്ക് ഒഴിവില്ല, അമ്മ കുളിപ്പിച്ചു തന്നില്ലല്ലോ എന്ന്. ഡാൻസ് കളിക്കുന്ന നോക്കിയേക്ക് കുഞ്ഞുണ്ണി. അതാ 2 ടച്ച്. അപ്പോൾ എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യ കഴിക്കാണ്ട്. സുകന്യ ഈ ചക്കരക്കിഴങ്ങ് കഴിക്കണേ. സുകന്യ ചോറ്, ചക്കരക്കിഴങ്ങും കപ്പക്കിഴങ്ങൊന്നും നടക്കില്ല. ചോറ് വിട്ടിട്ടൊരു കളിയില്ല അല്ല സുകന്യ. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. മതിയോ മുട്ടി?
ടിവിയും ഫോണും വേണം കേട്ടോ. ടി വി ഇട്ട് വെക്കണം, ഫോണും ഇട്ട് വെക്കണേ, എന്നാലാണ് അവന് ചോറ് തിന്നാൻ പറ്റുള്ളൂ. പൊന്നാരി ആകെ നീ എവിടേക്കൊക്കെ നോക്കുക? ഇന്ന് നീ ചോറയ്ക്ക് നോക്കണ്ട നീ. ഇന്ന് ഇന്ന് കുറച്ച് ഇറച്ചിയിട്ട് വാങ്ങിയുള്ളൂ. അല്ലെങ്കിൽ എന്താ നമ്മള് കുറച്ച് തോന വാങ്ങും. ഇപ്പൊ 10 ദിവസത്തിന്റെ മുകളിൽ അതിലടി കോഴി വാങ്ങിയിട്ട് 10 ദിവസത്തിന്റെ മുകളിലായിരിക്കണം കോഴി വാങ്ങിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് കോഴി വാങ്ങിയപ്പോൾ ലേട്ടൻ കുറച്ചേ വാങ്ങിയുള്ളൂ. തോര വേണ്ടാന്ന് വിചാരിച്ചു, ചൂടല്ലേ കണ്ട. ഇന്ന് ആർക്കും കഴിഞ്ഞില്ല. ഉച്ചത്തോടെ തന്നെ അത് വെച്ചപ്പോ കഴിഞ്ഞു. അതൊന്നും കാണാനുള്ള സമയല്ല സുകന്യ. ചിക്കൻ കഴിഞ്ഞില്ല പറഞ്ഞിട്ടേട്ടാ, തെറ്റിയിരിക്കരുതേ. അതെ ചിക്കൻ ഇല്ലാന്ന് ഞങ്ങള് മിഞ്ഞാന്ന് കോഴി വെച്ചില്ലേ ചോദിക്കില്ലേ, ആ മിഞ്ഞാന്ന് വെച്ച കോഴി ഗിരിരാജൻ കോഴിയാണ് കേട്ടോ. അത് കുട്ടികൾ ഒരൊറ്റ കുട്ടി തൊട്ടില്ല, ഒരൊറ്റ ആള് തൊടണ്ടേ. ആ കോഴി 2 ദിവസം പറഞ്ഞ പോലെ ഇരുന്നിരുന്നു. നമ്മള് പൊന്നിമിനി ഒന്നും എന്റെ ചോറ് വേണ്ട. പൊന്നിമിനിക്ക് എന്നാ അവൻ മറ്റവനോട് കഴിച്ചോ. അയ്യോ കുറച്ചേരം പുറത്തിരിക്കുക കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ പാറ്റ ഇതാ പഠിച്ചോരി അടിച്ചോരിയാണ്. പഠിച്ചോരി പിന്നെ ഇതാ പാറ്റ. മക്കളെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടി നിന്നാട്ടോ. അതിന്റെ ആ സംഭവം പോയി. ഒന്ന് ഇവിടെയും പോയി, ഒന്ന് അവിടെയും പോയി. അപ്പൊ കിച്ചു വേണ്ട, പൊളിക്കല്ലേ, വേണ്ട വേണ്ട, നാളെ എടുക്കാം. ഇവർക്ക് ഇപ്പൊ ഊണ് കഴിച്ചു കഴിഞ്ഞല്ലേ ഇതന്നെ പണിയിട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഈ ലൈറ്റുകളൊക്കെ ലൈറ്റിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ സരോവരം കാണുമ്പോലേട്ടാ. പിന്നെ പറയാ ഞങ്ങള് എന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കട്ടോ. ഇവിടെ ഇരിക്കുമ്പോ നല്ലൊരു സുഖാണ് നമുക്ക്. കണ്ടില്ലേ സരോവരത്തിന്റെ ഫ്രണ്ട് വശം, എപ്പോഴെപ്പോഴും ഇങ്ങനെ സരോവരത്തിന്റെ ഫ്രണ്ട് വശം ബാക്ക് വശം ഒക്കെ 1000 പ്രാവശ്യം കാണിച്ചാണ്. ഇപ്പൊ ആദ്യമായിട്ട് കാണിക്കുമ്പോ കണ്ടോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരായിരിക്കും ഇതിപ്പോ എത്ര പ്രാവശ്യം കാണിച്ചു തരാറുണ്ട്. പക്ഷെ അതവിടെ ആ വറകാലല്ലേ, അത് ഇതിന് ദൃഷ്ടിദോഷം പറ്റാണ്ടിരിക്കാനാണെന്ന് എല്ലാവരും കാണുന്നവര് മൊത്തം അതാ പറയാ, എന്താ വറകാല പൊളിക്കാത്ത എന്നുള്ളത്. ആ വറകാലം നമുക്ക് പൊളിച്ചിട്ട് അപ്പുറത്തേക്ക് ആക്കണം കേട്ടോ. അത് ഇനിയിപ്പോൾ അനിയന് വീട് പണി എന്തെങ്കിലും ചെയ്യുകയാണോ വെച്ചാൽ ആ ഒരു ഭാഗമാണ് നമ്മൾ എന്താ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണേ. ഇനി നമുക്ക് വറകാലം മറ്റും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യണം അല്ലേ. അവിടെ പറ്റില്ല, അവിടെ അതിനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ അവിടെ വറകാലം വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂച്ചെടി കൊണ്ട് വെക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിലായിട്ട് ചെറിയൊരു വറകാലം ഉണ്ടാക്കാൻ പറ്റില്ലേ? ചെറിയ വറകാലയിൽ 2 കൊള്ളി വെച്ചാൽ മതിയോ ഒരു മഴക്കാലത്ത് കത്തിക്കാനുള്ള. അച്ചു എന്താ ചെയ്യണ്ട പറയുന്നറിയോ? അച്ചുവിന്റെ കുക്കുംബർ ഇല്ലേ ഇത്രയായി, അതാണ് അച്ചു പറയുന്നത്. നല്ല മഴ വരുന്നതിന്റെ മുമ്പേ നമ്മുടെ ഈ മെറ്റലുകൾ നമ്മൾ അന്ന് കാണിപ്പാട്ട് സമയത്ത് ഇവിടുന്ന് എടുത്ത് മാറ്റിയതാട്ടോ. ആ മെറ്റലുകൾ ഇത് കൂടെ മൊത്തം ഇങ്ങനെ കവർ ചെയ്യണം. അവിടെ വെച്ചതുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് കൂടെ ഫുള്ളും ഇവിടെ നിന്ന് അങ്ങോട്ട് ആ സൈഡും ചെയ്യണം കേട്ടോ. അതൊക്കെ മഴ പെയ്തിട്ടല്ലേ, ആകെ ഒരു മഴ ഇന്നലെ പെയ്തു, മഴ ഇല്ലേ ചുമര് കൂടെ ആകെ ഒറ്റ മഴ, അതോടെ മഴ തന്നെ പോയി. അങ്ങനെയല്ല ഏട്ടാ, പ്രതീക്ഷിക്കാണ്ട് വരികയാന്ന് വെച്ചാൽ ഇത് ഫുള്ളും ചളിയാവില്ലേന്ന് ഞാൻ പറയുന്നത്. അതിന് മഴക്കാലം വരട്ടെ, ഈ വേനൽക്കാലത്ത് ഒരു മഴ, വേനൽ മഴ എന്ത് കണ്ടു രക്ഷപ്പെട്ടു. അതെ എയറോപ്ലെയിൻ പോണ് കണ്ടോ? അമ്മടെയൊക്കെ കുട്ടി വലുതായിട്ട് അതിലൊക്കെ കേറണം കേട്ടോ. എല്ലാറ്റിലും കേറണം, ദുബായിൽ പോണം, എവിടെയൊക്കെ പോയി കാണണം പറഞ്ഞിട്ടാ. അപ്പക്ക് എല്ലാവരും മരിക്കില്ലേന്ന്. ആരാ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു പൊന്നെ? വെറുതെ പറഞ്ഞതാ? കൊറേ കഴിയുമ്പോ വയസ്സാവുമ്പോ എല്ലാവരും മരിക്കും. പറഞ്ഞത് ശരിയാണേ, വയസ്സായി എല്ലാവരും മരിക്കും. എന്നാലും കുട്ടി പോയി കാണണട്ടാ പഠിച്ചിട്ട്. മതി, എത്ര നേരായി? 1 മണിക്കൂറിന്റെ അടുത്തോ, അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ. ഇനി മേലൊക്കെ കഴുകി കടക്കുമ്പോഴേക്ക് 10:30-11 മണിയാവും. എന്താ വെച്ചാ ഈ വെയിലിന്റെ ചൂട് കാരണല്ലേ പകലൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ കളിയൊക്കെ രാത്രിയിലാണ് കേട്ടോ. എന്ത് കളിയുണ്ട്. പിന്നെ എൻ്റെ അച്ചുട്ടിയാണ് പറഞ്ഞാൽ വെച്ചാൽ പപ്പൂനെ കളിപ്പിക്കലാണ് അച്ചുവിൻ്റെ ഏറ്റവും വലിയ പണി.
പേപ്പറുകൾ കൊണ്ടുപോവുക, ചോറും കറി ഉണ്ടാക്കുക. പപ്പു അവളുമാണ് ഇപ്പൊ. ഇത് നിർത്തിക്കോളൂ. മതി 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 മതി. സുകന്യൊക്കെ അതാ അവിടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഞങ്ങളില്ലേ ഞങ്ങളുടെ വിശേഷം നിർത്തുകയാണേ. അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട്